ഇന്ന് ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. യെസ് വി ക്യാൻ എൻ ടി ബി ഇൻവെസ്റ്റ് കമ്മിറ്റ് ഡെലിവർ എന്നുള്ളതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിനാചരണത്തിൻ്റെ സന്ദേശം. എന്താണ് ക്ഷയരോഗം? പ്രധാനമായിട്ടും മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന അണുബാധ മൂലം അഥവാ വായുവിലൂടെ പടരുന്ന ഈ രോഗാണു മൂലം ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് ക്ഷയരോഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് വിധേയമാകുന്ന സാംക്രമിക രോഗം ക്ഷയരോഗമാണ്. ഇതുമൂലം ഉണ്ടാകുന്ന പോസ്റ്റ് ടി ബി സിക്കുലെ ഒരുപാട് ആളുകൾക്ക് മറ്റ് അവശതകൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഈ ഇടവിട്ടുണ്ടാകുന്ന പനി, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന പനി, വിശപ്പില്ലായ്മ, തൂക്കക്കുറവ്, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, 1-2 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന മറ്റവയവങ്ങളുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും ക്ഷയരോഗത്തിൻ്റെ ഭാഗങ്ങളായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പ്രത്യേകിച്ചും എക്സ്റേ പരിശോധനകളും കഫ പരിശോധനകളുമാണ് ക്ഷയരോഗം നമ്മൾക്ക് സഹായിക്കുന്നത്. ഇനി ക്ഷയരോഗത്തിൻ്റെ പ്രതിരോധ മരുന്നുകളും ഇന്ന് നിലവിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഈ ക്ഷയരോഗത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ സമ്പർക്ക പട്ടികയിൽപ്പെട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അഥവാ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ എന്നിവർക്കാണ് സാധാരണഗതിയിൽ ഈ രോഗപ്രതിരോധത്തിനുള്ള ടി ബി പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് നൽകി വരുന്നത്. ഈ ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഡയഗ്നോസിസിനും പ്രതിരോധ ചികിത്സയ്ക്കുമുള്ള സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാണ്. യെസ് വി ക്യാൻ എൻ ടി ബി ഇൻവെസ്റ്റ് കമ്മിറ്റ് ഡെലിവർ എന്നുള്ളതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിനാചരണത്തിൻ്റെ സന്ദേശം. പ്രധാനമായിട്ടും ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ നേരത്തെ സൂചിപ്പിച്ചുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടുവരാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ രോഗം നേരത്തെ നിർണ്ണയിച്ചാൽ മാത്രമേ ടി ബി എലിമിനേഷൻ അഥവാ ക്ഷയരോഗ നിവാരണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടുള്ള സങ്കേതങ്ങളായ ചെസ്റ്റ് എക്സ്റേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയെല്ലാം നമ്മൾക്ക് കൂടുതലായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടി വരും. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ഷയരോഗ ദിനാചരണത്തിന് ഈ ഒരു സന്ദേശം നമ്മൾ ഇപ്രാവശ്യം നൽകിയിട്ടുള്ളത്. ഈ മുന്നേറ്റത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം.